ഹായ്, ഞാൻ വീണ്ടും വന്നു നിങ്ങളുടെ പാറുവായിട്ട്. പാറുവിന് ഇന്ന് കഴുത്തിലൊരു ചങ്ങലയിടുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈകിട്ട് ഏട്ടൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ കഴുത്തിലിടാനായിട്ടൊരു ചങ്ങല മേടിച്ചിട്ട് വന്നു കേട്ടോ. സ്റ്റീലിൻ്റെ അതെന്താണെന്ന് വെച്ചാൽ ബെൽറ്റും ചങ്ങലയും കൂടെ വാങ്ങിച്ചതാണ് നമ്മൾ. പക്ഷേ ബെൽറ്റൊക്കെ ആൾ കടിച്ച് പൊട്ടിച്ചു, ഇനിയൊന്നും പറയാനില്ല. ഓരോ ദിവസം ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക, അവൾ പൊട്ടിക്കുക. അങ്ങനെ ഞങ്ങൾ വള്ളി ഇട്ടിട്ട് കെട്ടി കൊടുക്കുകയാണ് കഴുത്തിൽ. ഈ ചങ്ങലയമ്മ കൂടെ ജോയിൻ്റ് ചെയ്ത് ഇടുമ്പോൾ അവൾ ഇങ്ങനെ കറങ്ങണോടൊപ്പം ഈ കഴുത്തിലെ ചങ്ങല തിരിഞ്ഞ് പോവുക. അപ്പോൾ കഴുത്തിൽ ഇറുകുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മറ്റേ പോളിസ്റ്ററിൻ്റെ ഈ കോട്ടൻ്റെ തുണികളുണ്ടല്ലോ, ആ തുണികൾ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് കഴുത്തിൽ കെട്ടിയിട്ടാണ് ഈ ചങ്ങല കൊളുത്തിയിടുന്നത്. അപ്പോൾ കുറേ ദിവസമായി അങ്ങനെ നടക്കണം. അതും ഒരെണ്ണം കെട്ടുക, ഒരു 2 ദിവസമേ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പൊട്ടിക്കുക, കടിച്ച് പൊട്ടിക്കുക. എങ്ങനെയാണെന്നറിയോ, മലർന്ന് കിടന്നിട്ട് കാലുകൊണ്ട് ചങ്ങല വലിച്ചു പിടിക്കും. എന്നിട്ട് കൈ കൊണ്ട് കഴുത്തിലെ വള്ളി 2 കൈ കൊണ്ടും വലിച്ചു പിടിച്ചിട്ട് കടിച്ച് പൊട്ടിക്കുക. ഇതാണ് അവളുടെ പരിപാടി. അപ്പോൾ ഏട്ടൻ പുറത്ത് പോയി വന്നപ്പോൾ ഞാൻ കുറേ ദിവസമായി പറയുന്നത് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേടിച്ചിട്ട് വന്നിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുടുക്കിയിട്ട് പാകത്തിനാക്കിയിട്ട് കഴുത്തിലേക്ക് കയറ്റി ആൾ സുഖമായിട്ട് ഇരുന്ന് തരുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഒരു പ്രശ്നവുമില്ല. മുമ്പ് ഏട്ടൻ പറഞ്ഞ പോലെ ഞാൻ തൊടില്ല, നീ പട്ടിയുടെ കാര്യമൊക്കെ നീ നോക്കിക്കോ, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവില്ല, ഭക്ഷണം കൊടുക്കില്ല, എന്നെ നോക്കുക വേണ്ടെന്ന് പറഞ്ഞ ആളാണ്. ഇപ്പോൾ ഇടയ്ക്ക് എനിക്ക് പറ്റില്ല എന്ന് പറയണത്, ഞാൻ തിരക്കുള്ള സമയത്ത് ടോയ്ലറ്റിൽ അടക്കപ്പോൾ ഏട്ടനെ കൊണ്ടുപോകണം കേട്ടോ. ഇപ്പോൾ ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ ഇപ്പോൾ കൊഞ്ചിക്കിന് കാണണം എൻ്റെ അമ്മോ. അപ്പോൾ നിനക്ക് സ്നേഹമില്ലേ, നീ അടിക്കുക. എന്നോട് ഭയങ്കര സ്നേഹമാണ് പാറുവിന്, അതുകൊണ്ട് പിന്നെ അതിനെ സ്നേഹിക്കണ്ടേന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പഴയ കാര്യം പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട്. അപ്പോൾ പറയണതാ, അത് നമ്മളെ സ്നേഹിക്കണില്ലേ, അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് സ്നേഹിക്കാണ്ടിരിക്കുക, പാവല്ലടി. ഞാനത് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേന് എന്താ അതിൻ്റെ ഒരു സ്നേഹപ്രകടനം, പിന്നെ എങ്ങനെ അതിനെ കൊഞ്ചിക്കാണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഭയങ്കര സ്നേഹിക്കലാണ്. ഇങ്ങനെയൊക്കെയാണ് പാറുവിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ പാറുവിനെയും ഞങ്ങളെയും കാണുന്നവർ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അതേ പാറു അപ്പോൾ ചങ്ങലയൊക്കെ ഇട്ടിട്ട് അതേ കിടന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നല്ല കൊതുകുണ്ട് ഈ സമയത്ത്. അപ്പോൾ മോൻ ബാറ്റായിട്ട് കൊതുവിനെ ഒന്ന് കൊല്ലാമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേനും പാറുവിന് പേടി. തീയും ലൈറ്റൊക്കെ കണ്ട് കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. പുറത്ത് പോയാലൊക്കെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ മേത്തേക്ക് ചാടും. പക്ഷേ ഒരു തവള അപ്പുറത്ത് കൂടെ ചാടിക്കഴിഞ്ഞാൽ അവൾ തിരിച്ചു വിടും, അത്ര പേടിയാണ്. പക്ഷെ പുറത്തെ ആൾക്കാർ പറയും, അയ്യോ ഭയങ്കര ശൂരതയാണല്ലോ, നല്ല ഓട്ടവും ഭയങ്കര ശൂരതയൊക്കെയാണ്. എവിടെ, നമുക്കറിയാമല്ലോ, കൂടെ കിടക്കുന്ന തന്നെ അറിയാമല്ലോ, രാപ്പിനി എന്ന് പറഞ്ഞ പോലെ നമുക്കറിയാമല്ലോ പാറുവിൻ്റെ ധൈര്യം എത്രത്തോണ്ടുണ്ടെന്ന്. അപ്പോൾ ആൾക്കാർക്ക് ചങ്ങല അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ പാടത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് കടിക്കുമോ എന്നുള്ള പേടിയാണ്. എന്നോട് ചോദിക്കും, ചേച്ചി കടിക്കുമോ, കുട്ടികൾ പോകുമ്പോൾ എന്നോട് ചോദിക്കും. അപ്പോൾ ഇല്ല, ഒന്നും ചെയ്യില്ല എന്ന് പറയും. അപ്പോൾ പക്ഷേ ആളുടെ ഇങ്ങനെ മേത്തേക്കുള്ള ചാട്ടം കാണുമ്പോൾ പേടിയാവും. പക്ഷേ ആ പേടിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. നമ്മളൊരു വടിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്പുറത്ത് കൂടെ ഒരു പുൽച്ചാടി പോയാൽ മതി, ആൾ പേടിച്ച് തിരിച്ചോടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പാറുവിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ. പാറു നോക്കണ കണ്ടോ.